ഏരിയയിലാണ് ഏറ്റവും ഹയസ്റ്റ് ഏരിയ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്, പിള്ളേർ നേരത്തെ ഇറങ്ങുന്നുണ്ടോ. പുള്ളിക്കാരത്തിയുടെ ഗാർഡനാണ്, ചെറിയൊരു ഗാർഡനാണ് എങ്കിൽ പോലും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ട്രോബെറി. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞു 2-3 ചെടി കുഴിച്ച് വെക്കാം. അങ്ങനെ ക്രൈസാന്തവും 3 ഞാൻ നമ്മുടെ നാട്ടിലെ കൂട്ട് സ്പെയ്ഡ് അതുകൊണ്ട് അതുകൊണ്ട് കുഴിച്ച് വെച്ചു. ഇത് പുള്ളിക്കാരത്തി ബേഡ്സിന് വേണ്ടി ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫീഡ് ഇട്ട് വെച്ചൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വേണ്ട ഡിഫറെൻറ്റ് തരത്തിലുള്ള സോളാർ ലൈറ്റ്സും വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ അടിപൊളിയാവും. ഈ വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നല്ല രീതിയിൽ മണ്ണ് ഫെർട്ടൈലാണ്. വേണ്ട റോസൊക്കെ ഇട്ട് വരുന്നു. ചെറിയ ഇതുണ്ടോ ഇവിടെ, ക്യാറ്റിന് അപ്പിയിടാൻ വേണ്ടി ക്യാറ്റ് ലിറ്ററിൻ്റെ ഒരു മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ അകത്ത് ആണ് ക്യാറ്റ് അപ്പിയിടുന്നത്. ഇവിടെ പുള്ളിക്കാരത്തി പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഷെഡ്, അതിനകത്ത് ഒരു 150 ഐറ്റംസ് ഉണ്ട്. ഏതായാലും നമ്മുടെ വീടിൻ്റെ ഫെൻസിൻ്റെ അവിടെ ഒരു ചെറിയ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ചെടിയിൽ ഇതുണ്ട്, പ്രാവശ്യം അതൊന്നും മേടിച്ചുകൊണ്ട് പോകണം. ഇതാണ് ഫ്രണ്ട് യാർഡ്. ഇവിടെ പുതിയ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് യാർഡ്. ഇത്രയും പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം അടുത്ത പാർക്കിലേക്ക് പോവാണ്. പിള്ളേരുടെ എങ്ങനെയാലും എനർജി കുറയ്ക്കണം. നിങ്ങളെ വീട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറച്ച് പാർക്കിൽ കുറച്ച് നടക്കുമ്പോഴത്തേനും കുറച്ച് ആശ്വാസമാവും. അപ്പോൾ നമ്മൾ കാറൊക്കെ കയറിയിരുന്നു. ഇപ്പോൾ ഇതിലെ കൂടെയാണ് മാർപ്പിള് കനാല് പോകുന്നത്. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് നമ്മൾ നേരെ ആനിമിച്ച് വന്നിരുന്നിട്ട് അറിയാം എങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ള പ്ലാൻ. Come on, Pipper, come on. Now these just come up every single